അതാ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു 1.5 ആഴ്ച മുൻപ് പോലും വളരെ സജീവമായി രാഷ്ട്രീയ രംഗത്തുമൊക്കെ സാംസ്കാരിക രംഗത്തുമൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഞാനൊഴിച്ച് വേറെ എല്ലാവരും മരിച്ചു ആളുകളാണ്. മുരളിച്ചേട്ടൻ, ഒടുവിലുണ്ണിയേട്ടൻ, ഗീതാ സലാമക്ക. അങ്ങനെ അടിക്കാൻ ബ്ലഡാണ് വന്നത്. ഇങ്ങോട്ട് വീട്ടിൽ ഇയാള് മരുന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് അടിച്ച മേ ബി ഇന്നലെ ഇന്നും ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ എനിക്ക് ഉറപ്പാണ് സലീം കുമാറിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനായിരിക്കും. എപ്പം സലീം കുമാർ എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സാധനമാണ് വെൽക്കം. വെൽക്കം എന്ന് പറയുന്ന ഒരു സാധനത്തെ വെൽക്കമാക്കിയത് സലീമേട്ടൻ തന്നെയാണ്. ഈ അടുത്ത കാലങ്ങളായിട്ട് ഒരുപാട് ആക്ടർമാരും ആക്ട്രസ്മാരും ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ട് കൊണ്ടും അല്ലാണ്ട് പല കേസസ് കൊണ്ടും സൂയിസൈഡൽ പോലെയുള്ള പല ഇഷ്യൂസ് കൊണ്ടും കുറേ പേര് മരിക്കുന്നുണ്ട്, ഹൃദയാഘാതമൊക്കെ കൊണ്ട്. പക്ഷെ മനസ്സിൽ വളരെ ചുരുക്കം മരണങ്ങളാണ് നമുക്കിങ്ങനെ നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ പറ്റിയതുപോലൊരു ഫീൽ ഉണ്ടായത്. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിലൊന്നായിരുന്നു കലാഭവൻ മരണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഇടയിലുണ്ടായിരുന്ന ശ്രീനിവാസൻ മരണം. അത് കഴിഞ്ഞ് അതേ ഇമോഷനോട് കൂടി അതേ ആഘാതത്തോടു കൂടി ഞെട്ടലോടുകൂടി ഞാൻ ഇന്നലെ എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നേരത്തെ കടന്നുറങ്ങി. ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ഈ ന്യൂസ് അറിയുന്നത് തന്നെ. പക്ഷേ ഇന്നലെ രാവിലെ സലീം കുമാറിനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നറിയാം. പിന്നെ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന സലീം കുമാറിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടതിൽ കൂടെ ആൾ ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കാണ് എന്നുള്ള കാര്യം മനസ്സിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാമിന് സലീം കുമാറിനെയും കൂട്ടിക്കൊണ്ട് മകൻ പോകുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലായിരുന്നു ആളുടെ ഹെൽത്ത് വീക്കാണെന്നുള്ളത്. പക്ഷേ ഒരിക്കലും പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല, ജസ്റ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റി എന്നൊരു സാധനമാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്ന സമയത്ത് ഞാൻ ജസ്റ്റ് എണീച്ച പാട് ഫസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള ഒരു ന്യൂസ് എന്താ ചോദിച്ചാൽ അത് ഇതാണ്. കാരണം നെറ്റ് ഓൺ ചെയ്ത സമയം തന്നെ നോട്ടിഫിക്കേഷൻസ് ഈ ഒരു സാധനമാണ് വന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ആക്ടർമാർ, ഇപ്പോൾ ശ്രീനിവാസനാണെങ്കിലും കലാഭവൻ ആണെങ്കിലും സലീം കുമാർ ആണെങ്കിലും ഇവരൊന്നായിട്ട് നമ്മൾ കണക്റ്റഡ് അല്ല. പക്ഷേ നമ്മൾ ആകെ ഇവരെ കാണുന്നത് TV സിനിമയിൽ കൂടിയാണ്. പക്ഷേ ഇത്രയും എൻ്റെ ഈ 10-27 വയസ്സിനുള്ളിൽ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആക്ടറിനെ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആക്ട്രസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ചുരുക്കം വ്യക്തികളാണ് നമ്മുടെ മനസ്സിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയത്. അങ്ങനെ സ്പേസ് ഉണ്ടാക്കിയ കലാകാരന്മാരിൽ ഒരാൾ തന്നെയാണ് സലീം കുമാർ. സലീം കുമാറൊക്കെ എന്ന് പറഞ്ഞാൽ സലീം കുമാർ ചേട്ടനോ എന്താ പറയേണ്ടത് എനിക്കല്ല. സലീം കുമാറൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അഭിനയിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. പല സിറ്റുവേഷൻസിലും അവർ പറയുന്നത് ഒരു ക്രിയേറ്റഡ് കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫ്രം ദി ഹാർട്ട് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ സിനാരിയോയ്ക്ക് മാച്ച് ആയിട്ടുള്ള ദ പെർഫെക്റ്റ് വേർഡ്, ദ പെർഫെക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് പലതും ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ മനസ്സറിഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് ഓരോ വാക്കിലും ഓരോ സെൻറ്റൻസിലും ഓരോ നോട്ടത്തിലും ഓരോ ഭാവത്തിലും ചിരിപ്പിച്ച വളരെ ചുരുക്കം കലാകാരന്മാരുള്ള അതിലൊന്നായിരുന്നു ജഗതി. ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് സലീം കുമാർ, പിന്നെ കൊച്ചിൻ ഹനീഫയൊക്കെ വളരെ കുറച്ച് കാലമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, പപ്പു. അപ്പം അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആരാധിച്ച, നമ്മളെ സന്തോഷിപ്പിച്ച, നമ്മളെ ചിരിപ്പിച്ച ഒരു കലാകാരനും കൂടെ എന്ന് വിട്ടുപോവുകയാണ്. അപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. എന്നും മലയാളി ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഓർമ്മപ്പെടും. 90s വരെയുള്ള ആൾക്കാർ, അത് കഴിഞ്ഞ് എനിക്ക് അങ്ങോട്ട് അറിയില്ല, മേ ബി 20s ഉണ്ടാവുമായിരിക്കും. പക്ഷേ 90s വരെയുള്ള ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഒരു വേഴ്സറ്റൈൽ ആക്ടറായിട്ട് തന്നെ അല്ലെങ്കിൽ വേഴ്സറ്റൈൽ കോമഡി ആക്ടറായിട്ട് തന്നെ സലീം കുമാർ ചേട്ടന് നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എനിക്ക് പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അത് നമുക്ക് പ്രധാനപ്പെട്ട ന്യൂസിലോട്ട് പോകാം. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അതീവ ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ്. നടൻ സലീം കുമാർ വിടവാങ്ങിയാണ്. പൊട്ടിച്ചിരികളുടെ കുലപതി അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അത്രയും ദുഃഖകരമായ വാർത്തയാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത്. നമുക്കൊപ്പം ദിനു പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ദിനു, എപ്പോഴായിരുന്നു ഈ സംഭവം? അല്പസമയം മുമ്പാണ് നടൻ സലീം കുമാറിന്റെ, നമ്മളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഏറ്റവും വലിയ ഹാസ്യ കലാകാരൻ, ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. 56 വയസ്സാണ് സലീം കുമാറിന്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചതായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വിറയൽ അനുഭവപ്പെടുകയും അതിനുശേഷം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ന്യൂമോണിയ കണ്ടെത്തി.
സ്വാഭാവികമായിട്ട് ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം ICU വെന്റിലേറ്ററിലായിരുന്നു. ചികിത്സ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യം അല്പസമയം മുൻപ് ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എത്രയെത്ര സിനിമകൾ, അനശ്വരമായ കഥാപാത്രങ്ങൾ അദ്ദേഹം സമ്മാനിച്ചതിന് കണക്ക്. ഹെൽത്ത് വേസ് വളരെ വീക്കായിരുന്നൊരു കണ്ടീഷനായിരുന്നു സലീം കുമാറിന് ഉണ്ടായിരുന്നത്. ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ആള് ഹെൽത്ത് വേസ് വീക്കായിരുന്നു എന്ന്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്. ഞാനൊക്കെ ഒന്നാമത് ഡി അഡിക്ഷൻസിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലിവർ ഡിസീസസിനെ കുറിച്ചിട്ടും ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഒരു മേജർ സർജറിയാണ്, ആ സർജറി എത്രത്തോളം പെയിൻഫുള്ളാണ്, ആൻഡ് പോസ്റ്റ് സർജറിക്കൽ എഫക്റ്റിനെ കുറിച്ചുള്ള ബുദ്ധിമുട്ട്, ആൻഡ് എത്രമാത്രം ഗ്യാരണ്ടി പറയാൻ പറ്റും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സർജറിക്ക് ഉണ്ട്. ആ സർജറിക്ക് കയറുന്ന സമയം വരെ വളരെ ഹാസ്യത്തോടു കൂടി അത് ആളുടെ തന്നെ ഒരു പീസ് ഞാൻ അങ്ങോട്ട് വെക്കുന്നുണ്ട്. ആളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ആളിങ്ങനെ സർജറിക്ക് വേണ്ടി പോയ സമയത്ത് അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ കൗൺസിലർ ഏത് സർജറിക്ക് മുമ്പാണെങ്കിലും കൗൺസിലേഴ്സ് വിളിച്ച് സംസാരിക്കും. അപ്പോൾ കൗൺസിലേഴ്സ് വിളിച്ച് സംസാരിച്ച സമയത്ത് ആൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് കൗൺസിലർ അവിടെ കിടന്ന് ചിരിക്കുകയാണ് ചെയ്തത്. അപ്പം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളൊരു മെൻ്റൽ കപ്പാസിറ്റി ആൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾ വളരെ സ്ട്രോങ് മനുഷ്യനായിരുന്നു. കാരണം നമുക്കൊരു ചെറിയ അസുഖങ്ങൾ വന്നാൽ തന്നെ തളർന്നു പോകുന്ന ഒരു ലോകമാണ് ഈ ചുറ്റുമുള്ളത്. ആ ലോകത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആ അസുഖത്തെ ഫേസ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് ഒരു ഭയങ്കര അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. അതിനതേ കൂട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ആളുടെ പല വിഷയങ്ങളിലുള്ള അഭിപ്രായം. ഞാൻ ആളിൽ കണ്ടിട്ടുള്ളത്, ആളിങ്ങനെ ഒരുപാട് സോഷ്യൽ കോൺട്രവേഴ്സി പോലെയുള്ള വിഷയങ്ങൾ വന്ന് സംസാരിച്ചിട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് അവരുടേതായ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് അന്നും ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഫിസിക്കലി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ മെൻ്റലി തരണം ചെയ്യാൻ ടു ആൻ എക്സ്റ്റെൻറ്റ് അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ പിന്നെ അത് ഡയാലിസിസിലോട്ട് എത്തി, പിന്നെ അത് ന്യൂമോണിയായി ബാധിച്ച് സ്പ്രെഡ് ചെയ്ത സമയത്ത് ഒരിക്കലും അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കില്ല. നാളെ രാവിലെ 8 മണിക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്നും പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പൊതുദർശനത്തിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷം നേരെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ 3:30-ക്കാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. എല്ലാവരും ഒരേപോലെ സലിമേട്ടൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായ ഒരു സ്ഥിതിയാണ്. ബിക്കോസ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, ഇന്നലെ വരെ എല്ലാവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മളൊരു 7-8 ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പൗരസ്വീകരണത്തിൽ അവസാനമായി സലീമേട്ടനുമായി ഒരു വേദി പങ്കിടാൻ സാധിച്ചു. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹത്തെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഹാസ്യാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാ ആക്ടർമാർക്കും ആക്ട്രസ്മാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇത് മാത്രമേ പറയാനുള്ളൂ. ജീവിതത്തിലുണ്ടായ എല്ലാ പ്രതിസന്ധിയെയും ചിരിച്ച മുഖത്തോടുകൂടി തമാശയോടുകൂടി സോൾവ് ചെയ്യാൻ അദ്ദേഹം കാണിച്ച ഒരു മനസ്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട് അല്ലേ, ഡേ ബൈ ഡേ. ഞാൻ റീസെൻ്റ്ലി റിയാക്ട് ചെയ്ത ഒരു ഷോർട്സ് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിൻ്റെ പേരിൽ തൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കിയ ഒരു കുട്ടിയുടെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ആ ഒരു ലോകത്ത്, ആ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ലോകത്ത് സ്വന്തം ലൈഫിൽ
ഉണ്ടായ ഏറ്റവും വലിയ അവസ്ഥകളെ വരെ ഇതുകൊണ്ട് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് ആക്ടർമാർ, ഒരുപാട് ആക്ട്രസ്മാർ അദ്ദേഹത്തിനെ കാണാൻ ആ നിമിഷം തന്നെ എത്തിയിട്ടുണ്ട്. ഏറ്റവും സങ്കടത്തോടു കൂടി കണ്ടിട്ടുള്ളത് ദിലീപിനെയാണ്. ദിലീപിൻ്റെ ക്ലിപ്സാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇന്ന് ഒരു 9 മണി 10 മണിയോടുകൂടി കൊച്ചിയിൽ ഒരു സ്ഥലത്ത് വെക്കുമെന്നും ഇന്നൊരു 3 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അടക്ക് ചടങ്ങ് കാര്യങ്ങൾ ഉണ്ടാവും എന്നീ തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല തമാശകൾ നമ്മൾ ഈ വെറുതെയെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെ രാത്രി ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെ ഉറക്കം കിട്ടാണ്ട് നിൽക്കുന്ന സമയത്ത് പഴയ ഏതെങ്കിലും സിനിമ കണ്ടാലോ എന്ന് ആലോചിക്കുമ്പോൾ ആ സലീം കുമാറിൻ്റെ തമാശയുള്ള സിനിമ കാണാം എന്ന് പറഞ്ഞ് കാണുന്ന ഒരു പടങ്ങൾ ഉണ്ടാവില്ലേ, പാണ്ടിപ്പട, അങ്ങനത്തെ കുറേ പടങ്ങൾ. അപ്പം അങ്ങനെ കുറേ നല്ലൊരു മെമ്മറീസ് തന്നു. ഇവരൊക്കെ ഇനി എങ്ങനെയൊക്കെ ഈ ലോകത്തുനിന്ന് പോയാലും ഇവരെ സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റും, ഇവരുടെ കഴിവ് എല്ലാം. എനിക്ക് സലീം കുമാറിൻ്റെ മോനെ കാണുന്ന സമയത്ത് സലീം കുമാറിനെ കാണുന്ന ഒരു ഫീലാണുള്ളത്. എനിക്കൊരു എക്സാക്ട് കോപ്പി ക്യാറ്റ് പോലെയുള്ളൊരു ഫേസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെയാണ് അവസ്ഥ ആളുടെ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇനി എനിക്ക് ഇതിൽ മെയിനായിട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു സാധനം, ഏറ്റവും അവസാനമായിട്ട് സലീം കുമാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിൽ സലീം കുമാർ വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചടങ്ങിലാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതാണ്. കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഈ അസുഖത്തിന് മരുന്നായിട്ട്. ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതല്ലാണ്ട് എന്ത് ചെയ്യാം? ഇതിന് വേറെ മരുന്നുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മുടെ എറണാകുളത്തുള്ള DYSP, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം എൻ്റെ നന്മയെക്കുറിച്ച് വേണ്ടിയാണ് വന്നത്, അദ്ദേഹം എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം പറഞ്ഞ സലിമെ, ഒറ്റപ്പാലത്തൊരു വൈദ്യനുണ്ട്, നിർമ്മലാനന്ദഗിരി എന്നാണ് പേര്. അദ്ദേഹം ക്യാൻസർ വരെ മാറ്റുന്ന വൈദ്യരാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ക്യാൻസർ മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിക്ക് ക്യാൻസറായിട്ട് അവിടെ ചികിത്സിക്കാൻ വന്നപ്പോൾ ഞാൻ ആ റൂം എടുത്ത് കൊടുത്തത് അവിടെ ഒറ്റപ്പാലത്ത് ഗസ്റ്റ് ഹൗസിൽ എൻ്റെ പരിചയപ്പെടുത്തി. ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ നിർമ്മലാനന്ദഗിരി അടുത്ത് ഞാനും ഇദ്ദേഹം കൊണ്ട് ചെന്നു. നിർമ്മലാനന്ദഗിരി ഒരു 51 ദിവസത്തിനുള്ളിൽ ലിവർ സിറോസ് മാറ്റി തരും. അപ്പോൾ അങ്ങനെ എന്നോട് പറഞ്ഞു, നിലം പരണ്ടാന്ന് പറഞ്ഞു ഒരു മരുന്നുണ്ട്, ഈ നിലം പരണ്ട 51 ദിവസം കഞ്ഞിയിലിട്ട് കുടിക്കാൻ പറഞ്ഞു. 51 അല്ല 501 കഴിച്ചിട്ട് ഈ സാധനം മാറുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ വൈദ്യരെ വിളിച്ചപ്പോൾ വൈദ്യരി അയാൾ സത്യസന്ധനാണോ, നല്ല വൈദ്യരാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സലിമേ, എനിക്ക് ക്യാൻസറാണ്, ഞാൻ വെല്ലൂർ ക്യാൻസർ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്, ക്യാൻസർ 4th സ്റ്റേജാണ്. അങ്ങനെ സത്യമായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് കള്ളനാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. അങ്ങനെ സത്യസന്ധനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വൈദ്യരായിരുന്നു ഇവിടെ ക്യാൻസറിന് ചികിത്സിച്ചത്. അതൊരു കഥ. അങ്ങനെ നിർമ്മലാനന്ദഗിരിയുടെ സംഭവം കഴിച്ചപ്പോൾ ഇതേ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു, സലീമേ, ചേർത്തലൊരു വൈദ്യരുണ്ട്, എന്നിട്ടും എനിക്ക് ജീവിക്കാൻ മോഹം, ഓപ്പറേഷൻ ചെയ്യാനുള്ള പേടി, ഇത് രണ്ടും കണ്ടെങ്കിൽ വൈദ്യ എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തട്ടിപ്പാണെന്ന് ആദ്യം മനസ്സിലായി. ഈ വൈദ്യന് ഇരിപ്പുണ്ട്, കൂടെ അപ്പുറത്തൊരു ഫിസിഷ്യൻ ഇരിപ്പുണ്ട്, ഒരു പെൺകുട്ടി BA പാസ്സായ ഒരു പെണ്ണിരിപ്പുണ്ട്. അപ്പോൾ ആ വൈദ്യരുടെ പേരാണ് മോഹനം വൈദ്യര്, നിങ്ങൾ അറിയായിരിക്കും, എല്ലാ ഡോക്ടർമാരെയും വെല്ലുവിളിക്കുന്ന വൈദ്യരാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഇതിന് മരുന്നില്ല, ഇംഗ്ലീഷിൽ ഇതിന് മരുന്നില്ല. അദ്ദേഹം ഒരുപാട് മരുന്ന് കുറിച്ച് വന്നു. തൊട്ടപ്പുറത്ത് ഇയാൾ കുറേ ഈ ജൈവ വളം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച നെല്ല്, ചേന, കാച്ചിലൊക്കെ വിൽക്കേണ്ട, അത് വാങ്ങിക്കണം നമ്മൾ, കാരണം ഇതേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നെല്ലുണ്ട്, അതിനോട്ടെ ഇത് വാങ്ങിച്ചിട്ട് ഇത് മറ്റേ കറി വേറെ ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. ഒരു പശു കഴിക്കണ പുല്ല് പറിച്ച് തന്നെനിക്ക്, ബാക്കിയുള്ളത് വൈഫ് വീട്ടിൽ നിന്ന് പറിക്കണം. അങ്ങനെ ഞാൻ ഈ സാധനം എനിക്കങ്ങോട്ട് പറ്റണില്ല ശരീരത്തിന്. അങ്ങനെ അടിക്കാൻ ബ്ലഡാണ് വന്നത് ഇങ്ങോട്ട്. വീട്ടിൽ ഇയാൾ മരുന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് അടിച്ചിട്ട് ബ്ലഡ് കൊണ്ട് 1 കിലോമീറ്റർ പോയാണ്. അപ്പോൾ എൻ്റെ മോൻ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞു വൈദ്യരെന്ന് വിളിച്ചു നോക്കി എന്താണെന്നുള്ളത്. വൈദ്യർ പറഞ്ഞു, ഞാൻ അകത്ത് കുറച്ച് ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു, അത് പുറത്ത് കളയാനുള്ള ഒരു സാധനം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പോട്ടെ എന്ന് പറഞ്ഞു. അകത്ത് കിടന്ന് പോയി അകത്തെ കുടലിൽ കൂടി പുറത്തേക്ക് വന്ന രീതിയിലായി, ബ്ലഡ് വൊമിറ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞാൽ ഒന്നുകൂടി വിളിച്ചു നോക്കി, അയാൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ ശരി, ഞാൻ അയാളെ വിശ്വസിച്ച് പോയി, ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ച്. അങ്ങനെ ഞാൻ ഒന്നും വിളിക്കാൻ പറ്റും, ഞാൻ തന്നെ വിളിച്ച് ആ കിടക്കണേ ഞാൻ തന്നെ വിളിച്ചാൽ പറഞ്ഞ് എടുക്കണില്ല. വീണ്ടും പോകാൻ വിളിച്ചു. അങ്ങനെ 3-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് വേഗം ആശുപത്രി കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു ഭാഗം ഇടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ,
ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഹോമിയോയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ആയുർവേദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അലോപ്പതിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ അലോപ്പതി വിശ്വാസങ്ങൾ പല വ്യക്തികളുടെ ഇടയിലും വളരെ കുറവാണ്. അലോപ്പതി എന്തൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ടാബൂസ് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ചില അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നൊരു ഐഡിയോളജി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് കുടിച്ചാൽ മാറും എന്ന് പറയുന്നത്. ഇപ്പം സലീം കുമാറിൻ്റെ ഫാമിലിയിൽ ഓൾറെഡി ഈ ലിവർ സിറോസിസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു സലീം കുമാറിൻ്റെ ബ്രദറിനാണോ ഫാദറിനാണോ എന്ന് എനിക്കറിയില്ല. ആരോ ഒരാൾക്ക് ലിവർ സിറോസിസ് തന്നെ വന്ന് ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗത്തിന് ഒരു 70% ഓഫ് റീസൺ എന്ന് പറയുന്ന ആൽക്കഹോളാണ്. അതല്ലാണ്ടും ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മുടെ ലിവറിന് ടോക്സിനായിട്ടുള്ള ഏത് വസ്തു ബോഡിയിലോട്ട് പോവുകയാണെങ്കിലും വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. സലീം കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ലിവർ സിറോസിസിന് അതിൻ്റെതായ എന്തെങ്കിലും റീസൺ ഉണ്ട്. അതല്ലാണ്ട് ഹെറിഡിറ്ററി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ അത് നമ്മളിൽ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹയറാണ്, ലൈക്ക് 60%. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പാരമ്പര്യമായി അദ്ദേഹത്തിന് ലിവറിന് ഡാമേജ് വന്നതായിരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻസ് ആ സിറ്റുവേഷന് വേഴ്സ് ആയതായിരിക്കും. ലിവറിന് തകരാറ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഗോ ഫോർ അലോപ്പതി ട്രീറ്റ്മെൻറ്റ്. നിർബന്ധമായിട്ടും മെഡിക്കേഷൻ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ LFT ആണ് നമ്മൾ ഇതിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. LFT ചെയ്യുന്നതിൽ കൂടെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കരളിൻ്റെ ഒരവസ്ഥ എന്നുള്ളത്. ഇനി അതിലും കുറച്ച് ഡീപ്പറായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് സ്കാനിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് ലിവറിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക. അതിനുശേഷം ഡോക്ടർ എന്താണോ അവരുടെ റീസൺ കണ്ടുപിടിച്ചപ്പോൾ ജങ്ക് ഫുഡാണ് ജങ്ക് ഫുഡ്, ആൽക്കഹോളാണ് ആൽക്കഹോൾ, എന്താണോ പറയുന്നത് അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അതിലോട്ട് പോകാൻ പാടില്ല. ആൻഡ് ഒരു ദിവസം കൊണ്ടല്ല ലിവർ സിറോസിസ് ഉണ്ടാകുന്നത്. ഫാറ്റി ലിവർ ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് 3, അത് കഴിഞ്ഞ് ലിവർ ഹെപ്പറ്റൈറ്റിസ് ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് 3, അതിന് ശേഷമാണ് ലിവർ സിറോസിസിലോട്ട് എത്തുന്നത്. അതും നീര് വെക്കുക, അങ്ങനെ കുറേ സ്റ്റേജസ് നിന്നാണ് ദൈന സ്റ്റേജ് ബ്ലഡ് പുറത്തോട്ട് വരുന്ന ഒരു സ്റ്റേജിലോട്ട് വരെ എത്തുക. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ ചില ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷനാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും കരൾ ഓക്കെ ആയി, ഇനി വീണ്ടും പഴയതുപോലെ പോകാം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ കരുതരുത്. വൺസ് ഒരു സാധനത്തിലൊരു ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഡാമേജ് ഇസ് ഡാമേജ്. ബട്ട് ലിവറിൻ്റെ ഉള്ളിലെ കോശങ്ങൾക്ക് വീണ്ടും റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് മാറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡാമേജ്, ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് Aയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വീണ്ടും ലിവറിന് ഡാമേജസ് വരുമ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് Aയിലോട്ടല്ല പോകുക, ഇറ്റ് വിൽ ഗോ ടു ഗ്രേഡ് B ഓർ ദ സെക്കൻഡ് സ്റ്റേജ് ഓർ ദ തേർഡ് സ്റ്റേജ്. അപ്പം അതുകൊണ്ട് തന്നെ ലിവറിന് കോംപ്ലിക്കേഷൻ വന്നാൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു അലോപ്പതി ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. വെറുതെ ഈ പച്ചിലയും പച്ചക്കാടും വലിച്ചു തിന്നിട്ട് കാര്യമില്ല. പിന്നെ ഓപ്പറേഷൻസിനെ പേടിക്കണം. കാരണം 100% ഡോക്ടർമാർ ഗ്യാരണ്ടി പറയാത്തൊരു സർജറിയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് സർജറിക്കൽ എഫക്റ്റ് ഒരുപാടുള്ളതാണ്. പക്ഷേ ലിവറിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റില്ല. ആൻഡ് ആഫ്റ്റർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഓൾസോ ഒരുപാട് കോംപ്ലിക്കേഷൻസും ബുദ്ധിമുട്ടും ഒക്കെ ഈ രോഗത്തിനുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു റിയലൈസേഷൻ വേണം. കാരണം ഞാൻ ഇത്രയും വലിയൊരു മഹാനടൻ, അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖം വന്ന സമയത്ത് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ അദ്ദേഹം പോയല്ലോ. പച്ചില തിന്നിട്ട് ചോര തുപ്പിക്കളയുന്ന ഒരവസ്ഥ, ചോര പുറത്തോട്ട് വരാൻ വേണ്ടി കളഞ്ഞ ഇല എന്ന് പറയുന്ന തരത്തിലുള്ള ഡോക്ടർമാരും തരത്തിലുള്ള ടാബൂസുമുള്ള ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊരു തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു അസുഖം വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഏറ്റവും നല്ലത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ആൻഡ് ഇയർലി വൈസ് മെഡിക്കൽ ചെക്കിനൊക്കെ പോവുക. ദറ്റ് വിൽ ഹെൽപ്സ്. ഇതും കൂടെ എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോയുടെ കൂടെ പറയണമെന്ന് തോന്നി. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വീണ്ടും റെസ്റ്റ് ഇൻ പീസ് സലീം ചേട്ട. ഒരുപാട് നല്ല മെമ്മറീസ്, അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. അത്രയേ ഉള്ളൂ. റെസ്റ്റ് ഇൻ പീസ്. ആദരാഞ്ജലികൾ. വിൽ മിസ് ഹിം. ബട്ട് ആളുടെ എല്ലാ പടവും നമ്മളെ വീണ്ടും കാണാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.